തൃശ്ശൂർ പൂരത്തെ സംബന്ധിച്ചിടത്തോളം സാധാരണത്തേതിൽ നിന്ന് മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒരുപാട് ആചാരങ്ങളുള്ള പൂരമാണ്. ഓരോ ഘടകപൂരത്തിനും എത്തിച്ചേരാനുള്ള സ്ഥലം, അവിടെ പിന്നെ മേളം നടത്താനുള്ള സമയം, തിരിച്ചു പോകേണ്ട സമയം, ഇതിനൊക്കെ ആചാരപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ഉദാഹരണത്തിന് കണിമംഗല ശാസ്താവാണ് ആദ്യം പിന്നെ തൃശ്ശൂർ പൂരത്തിൻ്റെ പിന്നെ ആദ്യ എഴുന്നള്ളിപ്പ് നടത്തുക കണിമംഗല ശാസ്താവാണ്. ശാസ്താവ് വെയിൽ വരുന്നതിന് മുമ്പ് വടക്കുന്നാഥനെ കണ്ട് തിരിച്ച് വരണം എന്നുള്ള ഒരു പൊതുധാരണയുള്ളത് കൊണ്ട് വളരെ നേരത്തെ തന്നെ നടക്കും. കണിമംഗലം ശാസ്താവ് അതായത് പൂര ദിവസം പുലർച്ചെ തുടങ്ങിയാൽ പിറ്റേ ദിവസം വൈകിട്ട് വരെ മന്ത്രി രാജനും വിശ്രമമില്ല. അല്ല, അതങ്ങനെ തന്നെ എല്ലാ വർഷത്തെയും പോലെ അങ്ങനെ തന്നെ 36 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ലോകം കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിംഫണിയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളിൽ കഴിഞ്ഞ തവണ നമ്മൾ പ്രതീക്ഷിച്ചത്, കഴിഞ്ഞതിന് മുമ്പിലത്തെ തവണ നമ്മൾ കണ്ടിരുന്ന ഏറ്റവും വലിയ നമ്പർ 14 ലക്ഷമാണ്. ഇത്തവണ 18 ലക്ഷത്തോളം ആളുകൾ വരും എന്നുള്ളതാണ് പ്രാഥമികമായിട്ട് നമ്മളൊരു കാണുന്നൊരു കണക്ക്.